മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാം ചരമവാർഷികം ഇന്നാണ്. ഇതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു നേതാവിൻ്റെ ചരമവാർഷികം, അതും 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ, ഇതിനു മുൻപുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ സ്വാഭാവികമായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉണ്ടാവണം. അതൊരു കാവ്യനീതിയാണ്, സംശയമില്ല. ഇന്ദിരാഭവനിലും പുതുപ്പള്ളിയിലും വിപുലമായ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ പുതുപ്പള്ളിയിലെ പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമില്ല എന്നുള്ളത് പ്രധാനമാണ്. സതീശനെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് സതീശൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പരിപാടിയിൽ സതീശൻ്റെ സാന്നിധ്യമില്ലാത്തത് കോൺഗ്രസിനുള്ളിൽ ഏറെ രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട്. കെ സി വേണുഗോപാലാണ് പുതുപ്പള്ളിയിലെ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടകൻ. മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കല്ലറിലെത്തി പുഷ്പ സമർപ്പിച്ചേക്കാം. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും ഈ പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതൊരു ചോദ്യമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സമീപകാലത്തെ കോൺഗ്രസിലെ വിവിധ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട ഒന്നുകൂടിയാണ് എന്നുള്ളതാണ്. ജി ശ്രീത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീത്ത്, ചാനൽ ചർച്ചകളിലൊക്കെ പരസ്യമായ വിമർശനം വി ഡി സതീശനെതിരെ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വക്താക്കൾ പോലും വക്താക്കളെ നീക്കണമെന്ന് വി ഡി സതീശൻ പക്ഷം ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള കോട്ടയത്തെ നേതാക്കൾ നൽകുന്ന വിശദീകരണം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട്, ഇന്നലെ അദ്ദേഹം മറ്റു ചില പരിപാടികൾ കോട്ടയത്ത് പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കാത്തതിന് എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഒപ്പം ഇതിനെ പ്രതിരോധിക്കാൻ സതീശൻ പക്ഷം മുന്നോട്ട് വെക്കുന്ന വാദം എന്താണ്? രഞ്ജിത്ത്, തീർച്ചയായും കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാർ അധികാരത്തിലേറ്റ് ഏതാണ്ട് തുടക്കം മുതൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഒളിയമ്പുകളും ഒക്കെ ഫേസ്ബുക്കിലൂടെയൊക്കെ വി ഡി സതീശൻ വിരുദ്ധ പക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നെങ്കിൽ പതുക്കെ അത് കൂടുതൽ പരസ്യമാകുന്നു. ചാനൽ ചർച്ചകളിലേക്ക് പോലും പരസ്യ വിമർശനം എത്തുന്ന സാഹചര്യം രൂപപ്പെടുകയാണ്. തീർച്ചയായും ഒരു പക്ഷത്തെ കെ സി വേണുഗോപാൽ പക്ഷം നിൽക്കുന്നു എന്ന് തന്നെയാണ് ഏതാണ്ട് തുറന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതും. എന്തായാലും ഇന്നത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടും വി ഡി സതീശൻ ഈ പരിപാടിയിലേക്ക് എത്തുന്നില്ല. ചാണ്ടി ഉമ്മൻ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ അദ്ദേഹത്തെ കിട്ടിയില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് 12:30 ഇവിടെ ഒരു പുഷ്പാർച്ചന നടത്തുന്നതിന് എത്തും. ഉമ്മൻചാണ്ടി സബ്മിറ്റ് എന്ന പേരിൽ മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി എത്തും എന്നുള്ളതാണ്. തീർച്ചയായും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ല. തന്നെ ക്ഷണിച്ചില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നുണ്ടെങ്കിൽ അതും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായി നമുക്ക് കരുതാൻ കഴിയില്ല. ഒന്ന്, പാർട്ടി സംവിധാനം എവിടെ, അല്ലെങ്കിൽ അവിടേക്ക് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം എങ്ങനെ വരുന്നു, ഇതൊക്കെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോൺഗ്രസിൽ ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതിപ്പോൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന പരാതി പലയിടത്തുമുണ്ട്. ഇനി അതാണോ സംഭവിച്ചത്, അതിനുമപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെയുള്ളത് സ്വാഭാവികമായി ഉരുത്തിരിയേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ ഒരു മുഖ്യമന്ത്രി അല്ല ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് അത് വളരെ ഗൗരവത്തോടെ കാണുന്ന പരിപാടിയാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയായിരുന്നു പങ്കെടുത്തിരുന്നത്. ഇത്തവണ സ്വാഭാവികമായി സംസ്ഥാനത്ത് തന്നെ ഒരു മുഖ്യമന്ത്രി വന്ന നിലയ്ക്ക് ആ മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായി ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടിയിരുന്നത് സ്വാഭാവികമായി നോക്കിയാൽ. പക്ഷേ അവിടെ കെ സി വേണുഗോപാൽ ആ സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ കോൺഗ്രസിൽ വളരെ പ്രകടമാകുന്ന ഒരു കാലത്തുകൂടിയാണ് ഫലത്തിൽ ശ്രീത്ത് പറഞ്ഞ പോലെ വളരെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ 10 വർഷവും ഗ്രൂപ്പുകളുടെ സാന്നിധ്യം കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വി ഡി സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം, മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗ്രൂപ്പുകൾ തലപൊക്കി തുടങ്ങുന്നു. പരസ്യമായ വിമർശനങ്ങൾ വളരെ കാലത്തിന് ശേഷം, ഒരുപക്ഷെ കരുണാകരൻ്റെയും ആന്റണിയുടെയും ഒക്കെ കാലത്താണ് അതിൻ്റെ ഒരു തീവ്രത കോൺഗ്രസ് അനുഭവിച്ചത്. അതിനുശേഷം കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഏതാണ്ട് അനുരഞ്ജനത്തിൻ്റെ പാതയിലൊക്കെ ആയിരുന്നു. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏതാണ്ട് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ശ്രീത്ത്, എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ ഈ പരിപാടിക്ക് ഒരുപാട് രാഷ്ട്രീയ പ്രസക്തിയുണ്ട്.
ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. ഉമ്മൻചാണ്ടിയെ പിന്തുടരുന്നവരാണ് സതീശൻ എന്നൊക്കെ പലപ്പോഴും അദ്ദേഹം തന്നെ പരസ്യമായി പറയുന്ന ജനകീയ ഇടപെടലിലൊക്കെ സാഹചര്യമൊക്കെ ഉണ്ട്. അവിടെ സതീശനെ ക്ഷണിക്കാതിരിക്കുക എന്നുള്ളത് നമുക്കറിയാം. ചാണ്ടി ഉമ്മൻ മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചിരുന്നു, മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇല്ലാത്തതിലുള്ള നിരാശ പലപ്പോഴും പങ്കുവച്ചിരുന്നു. ചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പലപ്പോഴും ഇക്കാര്യം പരസ്യമായി പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളുമായൊക്കെ സതീശൻ ചാണ്ടി ഉമ്മനെ ഒഴിവാക്കി എന്നുള്ള വിലയിരുത്തലൊക്കെ അന്ന് ചില വ്യാഖ്യാനങ്ങളൊക്കെ വന്നിരുന്നു. അതുമായി ഇതിനെ കൂട്ടിച്ചേർക്കണോ? ഈ ക്ഷണിക്കാതിരിക്കുക എന്ന് പറയുന്നതും ഒരു പ്രശ്നമാണല്ലോ. മുഖ്യമന്ത്രിയെ ക്ഷണിക്കാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത് എന്നൊരു വ്യാഖ്യാനമുണ്ട്, അങ്ങനെ ഒരു വിശദീകരണമുണ്ട്. ക്ഷണിക്കാതിരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണല്ലോ. അതിന് എന്ത് വിശദീകരണമാണ് ആ ക്യാമ്പ് നൽകുന്നത്? രഞ്ജിത്ത്, നമുക്ക് ആ വിഷയവും അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. ചാണ്ടിയുമ്മൻ ബോധപൂർവം ഒഴിവാക്കപ്പെട്ടു എന്ന വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നതാണ്. ചാണ്ടിയുമ്മൻ മന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച ഘട്ടത്തിലാണ് അത് ഒഴിവാക്കപ്പെട്ടത് എന്ന വിമർശനം ഫലത്തിൽ ഉയർന്നത്. പക്ഷേ ഏതാണ്ട് 2 മാസത്തോളം സർക്കാർ അധികാരമേറ്റ് എത്തുന്ന ഈ സാഹചര്യത്തിൽ അതുമാത്രം അല്ല, ഇപ്പുറത്തൊരു ഗ്രൂപ്പ് സമവാക്യത്തിന്റെ ചില നീക്കങ്ങൾ കൂടി നമ്മൾ പല ഘട്ടത്തിലും പലയിടത്തും പ്രകടമായി തന്നെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തുന്നതും KC വേണുഗോപാലാണ് എന്നുള്ളതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു കാരണമായി അവിടെ നിൽക്കുമ്പോൾ തന്നെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളും VD സതീശനെതിരെ കോൺഗ്രസിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയ നീക്കങ്ങളും എല്ലാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നോക്കൂ, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് രാവിലെ പരിപാടിയുണ്ട്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ പരിപാടി സമയം നോക്കിയാണല്ലോ പല പരിപാടികളും വെക്കാറുള്ളത്. ഏതാണ്ട് 12:30യോടുകൂടി സതീശൻ പുതുപ്പള്ളിയിൽ തന്നെ എത്തുന്നു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഈ പരിപാടി ആ സമയത്തും സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല, രാവിലെയുള്ള പരിപാടിയുടെ സമയം മാറ്റി വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ പരിപാടി രാവിലത്തേക്കാക്കുകയോ എങ്ങനെ വേണമെങ്കിലൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്നും ഇവിടെ സംഭവിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങളെ ഒന്നും അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ഇതൊന്നും വിവാദമല്ല എന്ന നിലയിലും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇത് കോൺഗ്രസ് രാഷ്ട്രീയമാണ്. കോൺഗ്രസിൽ ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ് ഉള്ളിൽ പുകഞ്ഞു നിൽക്കുന്ന പല വിവാദങ്ങളും. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിഷയങ്ങളിലും നമ്മൾ കണ്ടത്. ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമല്ല എന്ന അദാനിയോട് പറഞ്ഞ നിലയിൽ KC വേണുഗോപാലിന്റെ ഒരു പ്രതികരണം വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് വന്നു. അത് പക്ഷേ കേവലം അത് അദാനിക്കുള്ള മുന്നറിയിപ്പായി അല്ല വ്യാഖ്യാനിക്കപ്പെട്ടത് എന്നത് നമ്മൾ കണ്ടതാണ്. അവിടെയൊക്കെയാണ് ഇന്നത്തെ ഈ നീക്കത്തിന്റെ രാഷ്ട്രീയ ശ്രീത്ത് പറഞ്ഞതിനോട് ചേർത്ത് വെക്കാവുന്ന കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.